ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈ ചൂട് കാലത്തേക്ക് പറ്റിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം. പച്ചമാങ്ങ അല്ലെങ്കിൽ ചെനച്ച മാങ്ങ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ജ്യൂസാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അല്പം ചെനച്ച് തുടങ്ങിയ മാങ്ങയാണ്. നമുക്ക് നല്ല കരിമ്പച്ച മാങ്ങയോ അല്ലെങ്കിൽ കുറച്ച് ചെനച്ച് തുടങ്ങിയ മാങ്ങയാണെങ്കിലും ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. പഞ്ചസാര 1 കപ്പ്. പഞ്ചസാര മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് ഒരെണ്ണം ചെറുത്, പുതിനയില 2-3 എണ്ണം, നന്നായിട്ട് തണുത്ത വെള്ളം 2 ഗ്ലാസ്. ആദ്യമായിട്ട് മാങ്ങ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല, തൊലിയോടുകൂടി തന്നെ മുറിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പച്ച മാങ്ങയാണ്. ചൂട് കാരണം കുറച്ചൊന്ന് നിറം മാറിയിട്ടുണ്ട്. എന്നാലും നല്ല പുളിയുള്ള പച്ചമാങ്ങ തന്നെയാണ്. അല്പം ചെനച്ചു തുടങ്ങിയ മാങ്ങയാണെങ്കിലും നല്ല പച്ചമാങ്ങയാണെങ്കിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത കട്ട് ചെയ്ത മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ തൊലിയോടുകൂടി തന്നെ മാങ്ങ ഉപയോഗിക്കുന്നതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. പച്ചമുളക് ഒരെണ്ണം ചെറുത് ചേർക്കുക. ഇത് തീരെ എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ ഒരു ചെറിയ പീസ് മാത്രം ചേർക്കുക. ഇനി ഇതിലോട്ട് ഒരു 2-3 ഇല പുതിനയുടെ ഇല കൂടെ ചേർക്കാം. ഇത് വന്നിട്ട് ഓപ്ഷണലാണ്. പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ആദ്യം കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്ന് അരയ്ക്കാം. അതിന് ശേഷം വേണം കൂടുതൽ വെള്ളം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം അരച്ചെടുത്തില്ലെങ്കിൽ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ മാങ്ങ അരയാനായിട്ട് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നത്. ഇപ്പം ഞാനൊരു 2-3 മിനിറ്റ് ഇതിനെ ഗ്രൈൻഡ് ചെയ്തു. മാങ്ങ ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് വെള്ളത്തിൽ നിന്ന് 1/4 ഗ്ലാസ്സാണ് നമ്മൾ ഒഴിച്ചത്. ബാക്കി വെള്ളം കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അടുത്തായിട്ട് പഞ്ചസാര ചേർക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അവസാനം മധുരം നോക്കിയിട്ട് കൂടുതൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് വന്നിട്ട് അധികം ചേർക്കണ്ട, ഒരു 2 നുള്ളുപ്പ് ചേർത്താൽ മതി. ഇനി നമുക്കിതിനെ മൂടി വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം മാത്രം ലൈറ്റായിട്ടൊരു എരിവിൻ്റെ ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർക്കുക. ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം മാത്രമേ ആകാവുള്ളൂ. പിന്നെ നമ്മൾ പഞ്ചസാര മാങ്ങയുടെ പുളിക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് മാംഗോ ജ്യൂസ് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതൊരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അരിപ്പ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ കുറച്ച് കണ്ണകലമുള്ള അരിപ്പയാണ് എടുക്കേണ്ടത്. ചായ അരിക്കുന്ന അരിപ്പയല്ല, ജ്യൂസിനായിട്ട് സെപ്പറേറ്റ് കുറച്ച് കണ്ണി അകലമുള്ള അരിപ്പ കിട്ടും, അത് വേണം ഉപയോഗിക്കാൻ. മാക്സിമം ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് ജ്യൂസ് മുഴുവനും സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഞാനിപ്പോൾ മാക്സിമം ജ്യൂസും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് നോക്കാം. മധുരം ഇപ്പോൾ കുറച്ച് കുറവാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഒരു പ്രാവശ്യം വെക്കേഷന് പോയപ്പോൾ എറണാകുളത്തൊരു ഹോട്ടലിൽ നിന്നാണ് ആദ്യമായിട്ട് പച്ചമാങ്ങയുടെ ജ്യൂസ് കഴിക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്. ഇപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കാം. ഇപ്പം എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതിനെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മൾ കുട്ടികൾക്കായിട്ട് ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ അളവ് ശ്രദ്ധിക്കുക. വളരെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയൊരു പച്ചമുളകും മാത്രം മതി. നമുക്ക് ഈ ജ്യൂസിലേക്ക് ഇതിൻ്റെ ലൈറ്റായിട്ടുള്ള ഫ്ലേവർ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അളവ് കൂടിപ്പോയാൽ ജ്യൂസിൻ്റെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക.
നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ സെർവിങ്ങിനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പച്ചമാങ്ങയൊക്കെ വളരെ സുലഭമായിരിക്കുന്ന സമയത്ത് ഈ ചൂടുകാലത്തേക്ക് വളരെ യോജിച്ചിട്ടുള്ള ഒരു ജ്യൂസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ ജ്യൂസിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ജ്യൂസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. താങ്ക്